തെരഞ്ഞെടുപ്പിനൊരുങ്ങി കോഴിക്കോട് ജില്ലയും. തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പരസ്യപ്രചാരണം കഴിഞ്ഞെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം പൂർത്തിയായി. ത്രിതല പഞ്ചായത്തിലേക്ക് 3 ബാലറ്റ് യൂണിറ്റും 1 കൺട്രോൾ യൂണിറ്റും പോളിംഗ് സാമഗ്രികളും വിതരണം ചെയ്തു. നഗരസഭകളിലേക്കും കോർപ്പറേഷനുകളിലേക്കും 1 ബാലറ്റ് യൂണിറ്റും 1 കൺട്രോൾ യൂണിറ്റും പോളിംഗ് സാമഗ്രികളും വിതരണം ചെയ്തു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇന്നലെ വൈകിട്ടോടെ പരസ്യപ്രചരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണമാണ് നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ടായ വികസന മുന്നേറ്റങ്ങളും 10 വർഷത്തെ സർക്കാരിന്റെ വികസന കുതിപ്പും പ്രചരിപ്പിച്ചുകൊണ്ട് LDF വോട്ടർമാർക്കിടയിലെത്തിയത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇടതുപക്ഷമെന്ന് മുസാഫിർ അഹമ്മദ് പറഞ്ഞു. ഇവിടെയൊക്കെ ആർക്കാ ചെയ്യാൻ വേണ്ടി പോകുന്നത്? കോഴിക്കോട്ടും കേരളത്തിലൊക്കെ ചെയ്യാൻ വിധിയെടുത്ത് ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നിശബ്ദ പ്രചരണത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു നല്ല ശതമാനം ആളുകൾ. UDF-ൽ സ്ഥാനാർത്ഥി നിർണയം തൊട്ട് തന്നെ വിള്ളലുകൾ ഉണ്ടായിരുന്നു. എല്ലാം മറികടന്നുകൊണ്ട് കോർപ്പറേഷനിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന പ്രതീക്ഷ UDF-നുണ്ടെന്ന് PM നിയാസും പറഞ്ഞു. കോഴിക്കോട് നഗരം അത് UDF-ന്റെ കൈകളിൽ ഭദ്രമായിരിക്കും എന്ന് തന്നെയാണ്. മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട് UDF. കഴിഞ്ഞ 1 മാസത്തെ പരസ്യപ്രചരണത്തിന് ശേഷം മുന്നണികളെല്ലാം തന്നെ ഇന്നും പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.